കാട്ടറബി മുതൽ ഡോക്ടറായിരുന്ന ജാക്കിർ നായിക് വരെ ഒരേപോലെ എപ്രകാരം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വേണ്ടി ബാറ്റ് ചെയ്യുന്നുവോ, അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത അന്തംകമ്മി മുതൽ ഡോക്ടറേറ്റ് ഉള്ള അന്തംകമ്മി വരെ ഒരേ രീതിയിൽ എന്ത് വൃത്തികേടിനെയും പാർട്ടിക്കാർ ചെയ്യുന്നതിനെ നവോത്ഥാനം എന്ന് വിളിക്കുമെന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുറച്ച് മുമ്പേ സംസാരിച്ച ആൾ പറഞ്ഞത്. അപ്പൊ ഇവരെ നമ്മൾ പറയില്ലേ, മലം കഴുകി നന്നാക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്കകത്ത് അവൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരവും നവോത്ഥാനമാണ്. കുളിക്കടവിൽ ക്യാമറ വെക്കുന്നത് മുതൽ ഈ പറഞ്ഞ ആളുകളെ അടിച്ചും ഇടിച്ചും തൊഴിച്ചും കൊന്നു കെട്ടിത്തൂക്കുന്നവരെ നവോത്ഥാനം. നാരായണ ഗുരു, കുമാരഗുരു ഇതൊക്കെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്നു ഇവർ പറയുന്നത്. ഇത്രയ്ക്ക് സ്വന്തം പാർട്ടിയുടെ തെമ്മാടിക്കൂട്ടങ്ങളെ അടക്കാൻ കഴിയാത്ത, അവർ ചെയ്യുന്ന എല്ലാ നൃശംസതയും ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിജീവികൾ തന്നെയാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇല്ലാതാവാതിരിക്കാൻ ഒന്നാമത്തെ കാരണം. അപ്പൊ ഇവരടക്കം ഈ ഡീൻ അടക്കമുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം. കൊലപാതക കുറ്റമാണ്, കേസെടുക്കണം, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, ഇനി ഇത് ആവർത്തിക്കാതിരിക്കണം. മറ്റു യുവജന സംഘടനകളും SFIയുടെ ഈ തേർവാഴ്ചയെ നിയന്ത്രിക്കേണ്ടതാണ്. ചില ക്യാമ്പസുകളിലൊക്കെ എനിക്കറിയാം, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്, നമ്മുടെ വടകര മടപ്പള്ളി കോളേജിലൊക്കെ ഒരു കാലത്ത് ABVPയുടെ യൂണിറ്റ് ഇടാൻ പോയ ചെറുപ്പക്കാരന്റെ കണ്ണ് ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച അവസരം വരെ ഉണ്ടായിരുന്നു. മറ്റു പാർട്ടികൾ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവർ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ വരാൻ പാടില്ല. 100% അസഹിഷ്ണുതയും 150% വിവരക്കേടും അത്രയ്ക്കും തെമ്മാടിത്തരവും ഒന്നിച്ചു ചേർന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം. ഇതൊക്കെ നവോത്ഥാനാണെന്ന് പറഞ്ഞുണ്ടാക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ പർദ്ദയിൽ മൂടിയിട്ട് ഈ കറുത്ത ചാക്ക് പോലെ നടക്കുന്ന സ്ത്രീകൾക്ക് നവോത്ഥാനം വേണ്ടേ? ഇവിടെ ഈ മുത്തലാഖ് നിർത്തലാക്കിയപ്പോ അത് മോദി ചെയ്ത നവോത്ഥാനം എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? കാക്കാമാരുടെ കയ്യിൽ തല്ല് കിട്ടും, കഴുത്തിനോട് തലയുണ്ടാവില്ല. ആ പേടി കൊണ്ട് ഇസ്ലാമിനെ നന്നാക്കാൻ നടക്കുന്നില്ല. നവോത്ഥാനം മുഴുവൻ ഹിന്ദുവിന്റെ ചെലവിലാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ നരാധമന്മാരെ ഇനിയും ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിൽ മുഴുവൻ ഒരേ ഒരു പോംവഴി.